ിലെ LDF സ്ഥാനാർത്ഥി ശ്രീ KS ഹംസയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ആദ്യം വന്ന അവസ്ഥയും ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയും എത്രമാത്രം വ്യത്യാസം? വലിയ മാറ്റമുണ്ട്. ആദ്യം ഇവര് വേറെ എന്തൊക്കെയോ അങ്ങനെ ഒരാളെ ഇറക്കുമതി ലീഗിന്ന് പോകുന്ന ഒരാളെ അങ്ങനെ ധരിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം അവരെന്നെ ശരിക്ക് പൊന്നാനിയുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത തന്നെ പറഞ്ഞു, ഞങ്ങൾ ആരെയും വോട്ട് മാറ്റാൻ പറഞ്ഞിട്ടില്ല, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്നുള്ളത് സമസ്തയ്ക്ക് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നു. എന്താണ് ഈ തരത്തിലുള്ള ഒരു സാധ്യതകൾ ഇപ്പോൾ? ഇതൊക്കെ സ്വാഭാവികമാണ്. സമസ്തക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയുള്ളൂ. ഔദ്യോഗികമായി സമസ്തക്കാര് ഒക്കെ ഒന്നിച്ച് മറിഞ്ഞ് എനിക്ക് വോട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ ഒരു സമയത്തും പറഞ്ഞിട്ടില്ല, ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷെ ലീഗിന് വോട്ട് ചെയ്തിരുന്നവർ എന്നാണ് എന്റെ എല്ലാ കാലത്തെയും എന്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്റെ നെഗറ്റീവ് അതാണ് കേട്ടോ. ലീഗിന് വോട്ട് ചെയ്തിരുന്ന നല്ലൊരു വിഭാഗം ആളുകൾ, യൂത്ത് ലീഗ് അടക്കം, ഏറ്റവും ഒടുവിലായിട്ടൊരു കണക്കുകൂട്ടൽ നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ഞങ്ങൾ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. എല്ലാ അസംബ്ലി സെഗ്മെന്റിലും ഞങ്ങൾ ലീഡ് നേടും. 47 വർഷത്തിന് ശേഷം പൊന്നാനി ചുവക്കും എന്ന് തന്നെ അങ്ങ് ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കില്ലേ? തീർച്ചയായും പൊന്നാനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. പൊന്നാനിയിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രചരണം അവസാന ഘട്ടത്തിലാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.